ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക, നിന്റെ അമ്മയോട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളോട് ഒരു കാരണവശാലും ഇതിനെക്കുറിച്ച് സംസാരിക്കരുത്. അവരത് അംഗീകരിക്കില്ല. അതുകൊണ്ടാ. ശരി. എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാ. മാഡം, എന്റെ മകള് കരയുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ മകളുടെ അതേ രൂപത്തിലുള്ള നിന്റെ കണ്ണുകൾ നിറയരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടായി സഹായം. വലിയ ഉപകാരം മാഡം. തങ്കേച്ചിക്ക് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തിയേ പറ്റൂ. മാഡത്തിന് ഇങ്ങനൊരു മനസ്സ് തോന്നിയത് എന്റെ അമ്മയുടെ ഭാഗ്യാണ്. ഇതിന് പകരമായി മാഡം എന്ത് പറഞ്ഞാലും ഞാനതനുസരിച്ചിരിക്കും. എന്ത് ജോലി ഞാൻ ചെയ്യും മാഡം. ജോലി ചെയ്ത് ഞാൻ ഈ കടം വീട്ടിക്കോളാം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ സഹായം ചെയ്യുന്നത് നമ്മൾ 4 പേരും പിന്നെ ആ സുനന്ദയുടെ ഭർത്താവും അല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല. എനിക്കൊട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അമ്മയോട് പോലും കുട്ടി ഇത് പറയാൻ നിൽക്കണ്ട. ഇല്ല മാഡം. ഇനിയുള്ളൊരു കാര്യം അല്പം രഹസ്യമായിട്ട് കുട്ടിയോട് മാത്രം പറയാനുള്ളതാ. കുട്ടി വരൂ. ചെല്ലു മോളെ. ആ കുട്ടിയുടെ ഭാഗ്യം. മാം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വളരെ അപൂർവം. അടിക്കുവേട്ടോ. പിന്നെ അടിക്കുന്ന ടിക്കറ്റ് ഞാൻ കൊടുക്കാറുള്ളൂ. 100. എന്താ സുനന്ദേ? സിത്താര മാഡം കാര്യമായിട്ടാ കൃഷ്ണയോട് സംസാരിച്ചത്. തങ്കേച്ചിയുടെ ഓപ്പറേഷന് വേണ്ട എല്ലാ ചെലവും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഭഗവാനെ, അവസാനം നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നല്ലോ. എന്നിട്ട് കൃഷ്ണമോളെവിടെ? എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടേ സിത്താര മാഡം കൃഷ്ണമോളോട് ഒരു കാര്യം പറഞ്ഞു. എനിക്ക് നിന്നെ കൊണ്ട് ഒരു ഉപകാരമുണ്ട്, അത് ചെയ്യണോന്ന്. എന്നിട്ട് രഹസ്യമായി സംസാരിക്കാൻ വേണ്ടി മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കാം. അതെന്താ അങ്ങനെ രഹസ്യമായിട്ട് സംസാരിക്കാൻ? ഗോപാലേട്ടാ, ഈ കാശുകാരുടെ ഒരു കാര്യമുണ്ടല്ലോ. അവരൊരു 10 രൂപ എടുത്ത് നീട്ടുന്നുണ്ടെങ്കില് അതിന് കൃത്യമായിട്ടുള്ള ഒരു കാരണം ഉണ്ടാവും. കൃഷ്ണയ്ക്ക് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യം പറയുമെന്നാ എനിക്ക് പേടി. അതിപ്പോ കാര്യം എന്താന്നറിയാതെ നമുക്കെന്താ പറയാൻ പറ്റുക? ഇപ്പൊ പ്രശ്നം തങ്കയുടെ ഓപ്പറേഷനാ. അതിന് പണം വേണം. പിന്നെ സിത്താര മേഡം പറയുന്ന കാര്യങ്ങളെ അവൾക്ക് ദോഷമില്ലാത്തതാണെങ്കിൽ അത് നടന്നോട്ടെ. പിന്നെ നമ്മൾ സംശയിക്കുന്ന പോലെ ഗാഥയും കൃഷ്ണയും സിത്താര മേഡത്തിന്റെ മക്കളാണെങ്കിൽ അത് ചോദിച്ചറിയാൻ വേണ്ടി ആയിരിക്കും വിളിച്ചോണ്ട് പോയിരിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ അത് ഗുണമല്ലേ സുനന്ദേ? സ്വന്തം മകളാണ് തിരിച്ചറിഞ്ഞാലേ അവളെ സിത്താര മേഡം സ്വീകരിക്കാതിരിക്കൂ. എന്താ ഈ പറയുന്നേ? അപ്പൊ തങ്കേച്ചിയോ? അതെനിക്കറിഞ്ഞൂടാ. പക്ഷെ കൃഷ്ണമോൾക്ക് നല്ലത് വരുന്ന ഒരു കാര്യം 2 കൈ നീട്ടി ഞാൻ സ്വീകരിക്കും. പക്ഷെ ദോഷം വരുന്ന ഒരു കാര്യമാണെങ്കിൽ സിത്താര മേഡമല്ല, ഏത് കൊമ്പത്തെ മേഡം ആയാലും ഞാൻ എതിർക്കുകയും ചെയ്യും. ഇത്രയും ദിവസം കൊണ്ടേ അവള് നമ്മളുടെ മോളുടെ മൂത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്റെ മൂത്ത മോള്. അവൾക്കൊരു ദോഷം വരാൻ ഞാൻ സമ്മതിക്കില്ല. എന്തായാലും കൃഷ്ണ പുറത്തേക്ക് വരട്ടെ. എന്താ പറഞ്ഞെന്നറിയാലോ. കൃഷ്ണമോള് വന്നിട്ട് നീ വിളിക്ക്. എന്തായാലും ദൈവം നല്ലതേ വരുത്തൂ. മാം പറഞ്ഞു. ഇല്ല, പറയാൻ തുടങ്ങുമായിരുന്നു. കൃഷ്ണ, മാഡത്തിന്റെ മകളുടെ വിവാഹം തീരുമാനിച്ചിരിക്കെ. വലിയൊരു ബിസിനസ് ഗ്രൂപ്പിന്റെ തലവനാണ് അദ്ദേഹം. എല്ലാം തീരുമാനിച്ചതിനിടയിലാണ്
ഗാഥ മാഡത്തിന് ഒരു ആക്സിഡന്റ് പറ്റിയത്. ഗാഥ മാഡം ഹോസ്പിറ്റലിലാണ്. അപകടത്തില് എന്റെ മോൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയില് ആ പ്രശ്നങ്ങളൊക്കെ അവരറിഞ്ഞ അവരാ വിവാഹത്തിൽ നിന്ന് പിന്മാറും. എന്റെ മോൾ അതൊരിക്കലും സഹിക്കില്ല. എനിക്കെന്റെ മോളെ ട്രീറ്റ് ചെയ്യണം, അവളെ പഴയ കണ്ടീഷനിലാക്കണം. അതുവരെയുള്ള സമയത്ത് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. കുറച്ചുനാള് നീ എന്റെ മോളുടെ വേഷം കെട്ടണം. ഗാഥയുടെ വരനായിട്ട് വരാൻ പോകുന്ന ആളുടെ മുന്നിലും അയാളുടെ കുടുംബത്തിന് മുന്നിലും നീ ഗാഥയാവണം. മേഡം അത് എങ്ങനെയെന്നുള്ള ടെൻഷൻ വേണ്ട. നിന്നെ ഗാഥമോളാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ നടത്താം. അതിന് സഹായിക്കാൻ ഒരുപാട് പേരുണ്ടാവും. ഏത് കാര്യത്തിനെന്താ സിനി കൂടെ ഉണ്ടാവും. ഇക്കാര്യത്തിൽ നിനക്ക് എന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. മേഡത്തിന് വിശ്വാസക്കുറവുണ്ടായിട്ടൊന്നുമല്ല. മേഡത്തിന്റെ മകൾക്ക് സംഭവിച്ചു പോയെന്ന് പറയുന്ന കുറവ് എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്ങനെ നോക്കിയാലും ആ കുട്ടിയെ സഹായിക്കുന്നത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നേ. പക്ഷെ എങ്ങനെ വേഷം കിട്ടിയാലും മാഡത്തിന്റെ മകൾക്ക് തുല്യമാവാനൊന്നും എനിക്ക് പറ്റില്ല. നിങ്ങളൊക്കെ ആകാശത്ത് ജീവിക്കുന്നവരല്ലേ മാഡം? ഞങ്ങള് ഭൂമിയിൽ പോലും അല്ല, പാതാളത്തിലെ ഞങ്ങളൊക്കെ. കൃഷ്ണ, മാം ആവശ്യപ്പെട്ടത് വളരെ സിൻസിയർ ആയിട്ടാ. ഓർഡർ ചെയ്യാതെ മാം ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. സഹായിക്കാൻ പറ്റില്ലേ നിനക്ക്? മാഡം, അമ്മയുടെ ഓപ്പറേഷനുള്ള പണം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാന്ന് പറഞ്ഞത് സത്യമായ കാര്യ. പക്ഷേ ഇക്കാര്യം ഒന്ന് ആലോചിച്ചിട്ടല്ലാതെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല മാഡം. എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ലാത്തോണ്ടാ. ശരി, ആലോചിക്കാനുള്ള സമയം എടുത്തോളൂ, എന്നിട്ട് പറഞ്ഞാൽ മതി. ആ, ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക. നിന്റെ അമ്മയോട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളോട് ഒരു കാരണവശാലും ഇതിനെക്കുറിച്ച് സംസാരിക്കരുത്. അവരത് അംഗീകരിക്കില്ല. അതുകൊണ്ടാ. ശരി.